ഒരു കാട്ടിൽ 3 പന്നിക്കുട്ടികൾ ഉണ്ടായിരുന്നു. അതിലൊന്നാമത്തെ പന്നി വളരെ ലേസി ആയിരുന്നു. അപ്പോൾ ആ പന്നിക്കുട്ടി തന്റെ വീട് വൈക്കോല് കൊണ്ട് നിർമ്മിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോഴത്തെ ആ പന്നിക്കുട്ടി തന്റെ വീട് വൈക്കോല് കൊണ്ട് നിർമ്മിച്ച്. പക്ഷെ രണ്ടാമത്തെ പന്നിയോ അതിനേക്കാളും വലിയ ലേസി ആയിരുന്നു. അതുകൊണ്ട് അവൻ തന്റെ വീട് മരം കൊണ്ട് നിർമ്മിക്കാമെന്ന് തീരുമാനിച്ചു. അവൻ തന്റെ വീട് മരം കൊണ്ട് തന്നെ നിർമ്മിച്ചു. ഇപ്പൊ മൂന്നാമത്തെ പന്നി ഇഷ്ടികകൾ കൊണ്ട് തന്റെ വീട് നിർമ്മിച്ചു. ആ സമയം ഒരു ദുഷ്ടനായ ചെന്നായ ഒന്നാമത്തെ പന്നിയുടെ വീട്ടിലേക്ക് വന്ന് അവന്റെ വീട് ഊതിപ്പറപ്പിച്ചു. അപ്പൊ ആ പന്നിക്കുട്ടി രണ്ടാമത്തെ പന്നിയുടെ വീട്ടിലേക്ക് ഓടിക്കേറി. ദുഷ്ടനായ ചെന്നായ രണ്ടാമത്തെ പന്നിയുടെ വീട് ഊതിപ്പറപ്പിച്ചു. അപ്പൊ ആ 2 പന്നിക്കുട്ടികളും മൂന്നാമത്തെ പന്നിയുടെ വീട്ടിലേക്ക് ഓടിക്കേറി. ചെന്നായ ആ വീട്ടിലേക്ക് വന്ന് അത് ഊതിപ്പറപ്പിക്കാൻ നോക്കി. എത്ര പ്രാവശ്യം ഊതി, പക്ഷെ ആ വീട് ചെന്നായെ കൊണ്ട് തകർക്കാനായില്ല. പന്നിക്കുട്ടൻ ഒരു പേടിയുമില്ലാതെ പോയി. അപ്പൊ ചെന്നായ പറഞ്ഞു, നാളെ രാവിലെ വിളക്കഴിഞ്ഞ് പഴുത്ത് നിൽക്കുന്നത് തോട്ടമുണ്ട്, അവിടേക്ക് നീ വരുന്നോ? അപ്പോ പന്നിക്കുട്ടൻ പറഞ്ഞു, ശരി സുഹൃത്തേ, ഞാൻ വരാം. എന്നിട്ട് പിറ്റേന്ന് രാവിലെ 5 മണിക്ക് തന്നെ പന്നിക്കുട്ടൻ പോയി ഉരുളക്കിഴങ്ങ് വന്നിട്ട് പാചകം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ ദുഷ്ടനായ ചെന്നായ അവിടെ ഇല്ലായിരുന്നു. 6 മണിക്ക് വന്ന ദുഷ്ടനായ ചെന്നായ ഇത് കണ്ട് വല്ലാത്ത ദേഷ്യം പിടിച്ചു. അപ്പൊ അവൻ വേറെ മാർഗത്തിലൂടെ പന്നിക്കുട്ടനെ പിടിക്കാൻ ശ്രമിച്ചു. അപ്പോൾ പന്നിക്കുട്ടനോട് ചെന്നായ പറഞ്ഞു, ടൊമാറ്റോകൾ പഴുത്ത് നിൽക്കുന്ന ഒരു തോട്ടമുണ്ട്, അവിടേക്ക് നീ വരുന്നോ? അപ്പൊ പന്നിക്കുട്ടൻ പറഞ്ഞു, ശരി സുഹൃത്തേ, ഞാൻ വരാം. പിറ്റേന്ന് 4 മണിക്ക് തന്നെ പന്നിക്കുട്ടൻ പോയി ടൊമാറ്റോ പറിച്ചു വന്നിട്ട് അത് മുറിക്കാൻ തുടങ്ങി. ചെന്നായിക്ക് ഇത് കണ്ട് വളരെ ദേഷ്യം വന്നു. അപ്പൊ അവൻ പന്നിക്കുട്ടനോട് പറഞ്ഞു, വെള്ളരി പഴുത്ത് നിൽക്കുന്ന ഒരു തോട്ടമുണ്ട്, അവിടേക്ക് നീ വരുന്നോ? അപ്പൊ പന്നിക്കുട്ടൻ പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും വരാം സുഹൃത്തേ. പിറ്റേന്ന് രാവിലെ 3 മണിക്ക് തന്നെ എഴുന്നേറ്റ പന്നിക്കുട്ടൻ ആ വെള്ളരിയും പറിച്ചു വന്നിട്ട് പാചകം ചെയ്യാൻ തുടങ്ങി. അപ്പൊ ചെന്നായിക്ക് ഇത് കണ്ട് വളരെ ദേഷ്യം പിടിച്ചു. അപ്പൊ ചെന്നായ ചിമ്മിനി വഴി കയറി വീട്ടിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ആ പന്നിക്കുട്ടൻ ഒരു പേടിയുമില്ലാതെ അടുപ്പിന്റെ മൂടിയെടുത്ത് മാറ്റി. മുകളിൽ നിന്നും ചാടിയ ചെന്നായുടെ കഥ അതോടെ കഴിഞ്ഞു.